വെൽക്കം ബാക്ക് ടു ഷറാഷ് ക്രിയേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങ അച്ചാറിന്റെ റെസിപ്പിയാണ്. സോ നിങ്ങൾക്ക് കാണാം, ഇത് വളരെ മൈന്യൂട്ടായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയാണ്. അപ്പൊ നിങ്ങൾ തലേ ദിവസം ഇതുപോലെ അരിഞ്ഞിട്ട് ഒരു തലേ ദിവസമോ അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ മുന്നേ നിങ്ങൾ അരിഞ്ഞു വെച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നിങ്ങൾ വെക്കുക. പാകത്തിന് ഉപ്പിട്ട് വെക്കുക. എന്നിട്ട് ഒരു 5 മണിക്കൂറിന് ശേഷം നിങ്ങൾ ഈ അച്ചാർ ഉണ്ടാക്കുക. അപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ശരിക്കും ഇതിലേക്ക് വരുള്ളൂ. അപ്പൊ ദേ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാനിവിടെ 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ 3 മാങ്ങയ്ക്ക് നിങ്ങൾ 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ ഉപ്പാണ് എടുക്കേണ്ടത്. നമ്മളിത് മാങ്ങയിലുണ്ടായിരുന്ന ഉപ്പുവെള്ളം ഊറ്റി മാറ്റി വെക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉപ്പുവെള്ളം. ഇത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് നമുക്ക് മാറ്റി വെക്കാം. നമ്മളിവിടെ നോൺ സ്റ്റിക്ക് തവ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുകാണ് ഇട്ടത്. ഒരു പിഞ്ച് ഉലുവയാണ് ഇതിലേക്ക് ഇട്ടത്. അതിനുശേഷം ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ ഒരു 5-6 പച്ചമുളകാണ് ചെറുതാക്കി അരിഞ്ഞതാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ചേരുവകളെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് മൂക്കുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അത് മൂത്ത് കഴിഞ്ഞാൽ അതൊന്ന് നമ്മള് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. സിമ്മിലാക്കുകയല്ല വേണ്ടത്, നമ്മൾ തീ ഓഫ് ചെയ്യാണ് വേണ്ടത്. അതിനുശേഷം നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മസാലകൾ ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ നല്ലോണം ചൂടാറിയിരിക്കണം കേട്ടോ ഇത്. അപ്പൊ ഇത് നല്ലോണം മൂക്കുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം മൂത്തതിന് ശേഷം നമ്മള് ഇതിലേക്ക് സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ സ്പൈസസ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തീ തികച്ചും ഓഫ് ചെയ്തിട്ട് വേണം നിങ്ങൾ സ്പൈസസ് ആഡ് ചെയ്യാൻ. സിമ്മിലൊന്നും ഇട്ട് വെച്ചെടുത്ത് നിങ്ങൾ ഓഫ് ചെയ്തിട്ട് ഇത് ചെറിയൊന്ന് ചൂടാറിയതിനു ശേഷം മാത്രം സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ആദ്യമായി 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിരിക്കുന്നത്. ഇത് എരിവിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ അച്ചാറിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്, നമ്മുടെ സാധാ മുളക് പൊടി. അത് നമുക്കൊരു 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കും. ഇതേ നമ്മൾ ഇതിലൊരു നുള്ള കായം പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 1/2 ടീസ്പൂൺ ഒക്കെ കായം പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ സ്പൈസസ് എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തീ ഒന്ന് സിമ്മിലോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങയില് വെള്ളം തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. അപ്പൊ ആ ഉപ്പ് വെള്ളം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മാങ്ങയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള മാങ്ങയാണ്. അപ്പൊ നമ്മളുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ വിനിഗർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ വിനിഗർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മാങ്ങാച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോ തന്നെ അറിയാം, നല്ല ഭംഗിയാണ് കാണാൻ, കഴിക്കാനും എക്സ്ട്രീംലി ടേസ്റ്റിയാണ്. സോ എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനും അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. സോ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ